കരയുടെ യോർദാൻ നദിയാകും പമ്പയുടെ കുളിരോലും നർത്തനമാടും സിയോൻ പുരി പരുമലയിൽ. അനുദിനമായി അണയുന്നു അനവധിയായി ഭക്തജനം, ആശ്വാസം നേടി മോചിതരാകുന്നു. പാടി വരുന്നു ഞങ്ങൾ പാവന സന്നിധിയിൽ, പാടുകളെ മുറ്റം നീക്കിയടിയാരെ പാലനം ചെയ്യണമെന്നുമെന്നും. മാർത്തോമാ സ്നേഹ നാട്ടിയ വിശ്വാസത്തിനാളം അണയാതെ വഹിച്ചി സഭയെ തിരുമേനി നയിച്ചല്ലോ. മലങ്കരയുടെ താരകമേ മുനിശ്രേഷ്ഠ പരിശുദ്ധ, പാടിൽ നിന്നാമം നീനാൾ വാഴട്ടെ. പാടി വരുന്നു ഞങ്ങൾ പാവന സന്നിധിയിൽ, പാടുകളെ മുറ്റം നീക്കിയടിയാരെ പാലനം ചെയ്യണമെന്നുമെന്നും. താങ്ക് യു സിറ്റി കൊയർ. ജീവനും ചൈതന്യവും ഉള്ളതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമായ ദൈവവചനം നമ്മുടെ കാലുകൾക്ക് വിളക്കും പാതകൾക്ക് പ്രകാശവുമായി തീരട്ടെ. വിശുദ്ധ വേദവായനയ്ക്കായി മിസസ് ജെയിൻ ജോസഫിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. The Gospel according to St. John, chapter 15, verses 1 to 10. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിൽ ഇടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ. Thank you. We now invite the Honorable Trustee of our church, Mr. Sibu Alex Chaco, whose dedication and selfless service have been a constant source of inspiration to us all, to extend a warm welcome to our esteemed guest and the entire parish community gathered here today.
His unwavering commitment to the growth and well-being of this parish has played a pivotal role in making today's celebration possible. Please join me in welcoming him as he addresses with his words of greetings. For just as the body is one and has many members, and all the members of the body are one body, so it is with Christ. For in one Spirit we all were all baptized into one body, and all were made to drink of one Spirit. For the body does not consist of one member, but many. 1 Corinthians chapter 12, verse 12 to 14. Respected Vicar, St. Gregorios Internauthros Mahayadavaga, Reverend Father Dr. Biju George Parakil, Chief Guest, our beloved His Grace Georgis Mar Pachomios, Metropolitan of Malabar Diocese, Associate Vicar, Reverend Father Matthew Thomas, Honorable Parish Secretary, Mr. Binu Benyam, Malankara Sabha Managing Committee Member from our parish, Mr. Thomas Kurvilla, Calcutta Diocese Council Member, Mr. Deepak Alex Panikar, NECK Representative, Mr. Saju Thomas, Prayer Group General Secretary, Mr. Jubin P. Oman, Parish Day Convener, Mr. Reggie Rajan, beloved parish members, and dear children. Good evening to one and all in the name of Triune God. On behalf of our parish leadership, it is my great honor and joy to welcome each one of you to this year's Parish Day. As a trustee of this wonderful parish, I am grateful to see so many familiar faces gathered together. Today we celebrate the heart and soul of our community, our parish, the people who make our parish a place of faith, warmth, and service. The church is not just a building, it's a living community, a family in Christ. Just as we are reminded in Romans chapter 12, verse 5, so we thou many are one body in Christ and individually members one of another. Each one of you plays an important role in making this parish a beacon of hope and love. Through your prayers and your service and your support, our parish thrives and grows, shining as a light in our wider community. Today is a day to celebrate that bond. It's a day to reflect on all we have accomplished together, that all that lies ahead is a day to connect with one another and remember that we are united as a shared mission to live and serve in faith together. I take this opportunity to welcome respected Vicar of St. Gregorios Internauthros Mahayadavaga, Kuwait, Reverend Father Biju George Parakil, who is leading our parish in the right direction in the past 2 years and presiding over this function. Our chief guest, our beloved Tirumeni, in spite of his grace's busy schedule, has accepted our invitation to alight here, bless our parish, and to inaugurate our parish day. On behalf of the parish, I humbly welcome beloved Tirumeni to this August function. Associate Vicar Reverend Father Matthew Thomas, as always a support to us in the smooth sailing of our parish. Achin, welcome to the function. Our Honorable Secretary of the parish, Mr. Binu Benyam, is working close with all officials for the betterment of our parish, and I welcome him to this function. Malankara Sabha Managing Committee Member from our parish, Mr. Thomas Kurvilla, is a full support to the needs of our parish at the Malankara Sabha. We value his contributions and welcome Mr. Thomas Kurvilla to this function. Calcutta Diocese Council Member Mr. Deepak Alex Panikar represents us at the diocese and we welcome him to this function.
The NUCK authorities have accorded prime attention to all the needs of our parish, especially during the challenging times which we had occurred. We are delighted to have with us Mr. Saju Thomas, NECK representative. We welcome you, sir, to this our parish day function. Our prayer group general secretary, Mr. Jubin Piumen, catering to all our spiritual events of the parish. On behalf of the parish, welcome you, Mr. Jubin. This event was organized by our parish day convener, Mr. Reggie Rajan, whose tireless efforts are seen here. Welcome you to this function, Mr. Reggie. It is the members who make a parish, and all of you make our Maha Edavaga a blessed one. From the bottom of my heart, I welcome all my beloved parish members, managing committee members, prayer group secretaries, leaders of all spiritual and charitable organizations, and dear children for this function. A special welcome to all who have contributed to making today's possible the parish day conveners, joint conveners, and everyone who has worked behind the scenes. Your dedication in inspiring and so greatly appreciated. We hope today gives a glimpse of love and unity that define our parish family. May this parish day be a time of joy, renewal, and fellowship. May it strengthen our sense of purpose and inspire us as we continue to walk in faith. Thank you all for being here, and may God bless this day and each of you. Let us make it a wonderful celebration. May God Almighty bless our parish. Thank you. സന്നിഹിതരായിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്ത ഇടവകയുടെ ആദരണീയനായ ട്രസ്റ്റി ബഹുമാനപ്പെട്ട സിബു അലക്സ് ചാക്കോയെ ഇന്നത്തെ ഇടവക ദിനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആരാധന, പ്രബോധനം, അജപാലനം എന്നിവയിലൂടെ ദൈവജനത്തിനായുള്ള ശുശ്രൂഷ നടത്തി വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമായ ദർശനത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്ന നമ്മുടെ ആത്മീയ പിതാവ് ബഹുമാനപ്പെട്ട ഡോക്ടർ ബിജു ജോർജ് പാറക്കലച്ചനെ അധ്യക്ഷ പ്രസംഗത്തിനായി സദയം ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ യോഗത്തിൻ്റെ പ്രധാന അതിഥിയായിരിക്കുന്ന നമ്മുടെ മലബാർ ഭദ്രാസനത്തിൻ്റെ അധിപൻ അഭിമന്യ ഗീവർഗീസ് മാർ പക്കോമിയോസ് തിരുമേനി, നമ്മുടെ അസോസിയേറ്റ് വികാർ ബഹുമാനപ്പെട്ട മാത്യു തോമസ് അച്ഛൻ, ഇടവകയുടെ ബഹുമാന്യരായ ട്രസ്റ്റി ശ്രീ സിബു അലക്സ് ചാക്കോ, സെക്രട്ടറി ശ്രീ ബിനു ബെന്യാം, ഈ യോഗത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മിൽ ഒരാളെപ്പോലെ നമ്മുടെ എല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന നമ്മുടെ NECKയുടെ റെപ്രസെൻറ്റേറ്റീവ് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സജു തോമസ്, സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയായിട്ട് നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ശ്രീ തോമസ് കുരുവിള, കൗൺസിൽ മെമ്പറായി നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ശ്രീ ദീപക് പണിക്കർ, നമ്മുടെ പ്രാർത്ഥനാ യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ജുബിൻ പി ഉമ്മൻ, നമ്മുടെ പാരിഷ് ഡേയുടെ കൺവീനറായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ റജി രാജൻ, വേദിയിലും സദസ്സിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ,
നമ്മെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ പാരിഷ് ഡേ എന്ന് പറയുന്നത് ഇടവകയുടെ മൊത്തമായ ഒരു വലിയ ഉത്സവമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ പരിശുദ്ധ സഭയിൽ നാം അതൊക്കെയും കൊണ്ടാടുമ്പോൾ നമ്മുടെ ആത്മീകമായ ഉന്നതിയും അഭിവൃദ്ധിയും ശ്രേഷ്ഠതയും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അതിനെ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് നാം ഓരോ ഇടവക ദിനത്തിലും പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല എങ്കിലും ഒരു വാക്ക് നമ്മോട് ഈ പാരിഷ് ഡേയുടെ ദിവസം ഒന്ന് ചോദിക്കുവാൻ തക്കവണ്ണം ഇടയാകുക. ഞാൻ യഥാർത്ഥമായി ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയിലാണോ നിലനിൽക്കുന്നത് എന്ന് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുവാൻ, എവിടെയെങ്കിലും കറക്ഷൻസൊക്കെ ആവശ്യമെങ്കിൽ അത് നടത്തി വീണ്ടും നല്ല ഫലങ്ങൾ കായ്ക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിലേക്ക് ചേരുന്ന അനുഭവമാണോ എന്ന് സ്വയം പരിശോധിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. രണ്ടാമത്, ക്രിസ്തുവിലുള്ള വിശ്വാസം പത്രോസ് ശ്ലീഹ ഏറ്റുപറയുമ്പോൾ, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് യേശുദമ്പുരാൻ അരുളി ചെയ്യുന്നതായിട്ട് നാം കേൾക്കുകയാണ്. അപ്പോൾ പത്രോസിനെ പോലെ ഉറച്ച വിശ്വാസത്തിലാണോ നാം നിലനിൽക്കുന്നത്, അതോ മറ്റു പലതിൻ്റെയും പുറകെ മറ്റു പലതും കാണുമ്പോൾ അവിടെ ഇവിടെ തളർന്നു പോകുന്ന വിശ്വാസത്തിലാണോ നാം നിലനിൽക്കുന്നത് എന്ന് നമ്മോട് ചോദിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. മൂന്നാമതായിട്ട്, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 18-ാം അധ്യായത്തിൻ്റെ അവസാനം മുതൽ നാം വായിക്കുമ്പോൾ മോശയെ ദൈവം പർവ്വതത്തിലേക്ക് വിളിക്കുകയാണ്. പക്ഷെ പർവ്വതത്തിലേക്ക് അവൻ കയറുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം വ്യക്തമായിട്ട് അവനോട് പറയുന്നുണ്ട്. നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക, നിന്റെ ജനങ്ങളെ മൊത്തം വിശുദ്ധീകരിക്കുക. അവർ ഒരു കാരണവശാലും പർവ്വതത്തിൽ കയറുവാൻ തക്കവണ്ണം ഇടയാകരുത്. നമ്മുടെ എല്ലാ വിശുദ്ധ കുർബാനയിലും ഈ അനുഭവം ഉണ്ട് എന്നുള്ള കാര്യം നാം വിസ്മരിച്ചു പോകരുത്. ഓരോ വിശുദ്ധ കുർബാനയിലും നാം സംബന്ധിക്കുമ്പോൾ മോശ അന്ന് തൻ്റെ ജനങ്ങളെ വിശുദ്ധീകരിച്ച പ്രകാരം വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മയൊക്കെ വിശുദ്ധീകരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷ നടത്തപ്പെടാറുണ്ട്. ഏതാണെന്ന് പറയാമോ? തീർച്ചയായിട്ടും ഒന്ന്, പാപപരിഹാര പ്രാർത്ഥന മുതൽ വിശുദ്ധീകരണത്തിൻ്റെ ശുശ്രൂഷ തുടങ്ങുകയാണ്. അവിടെ മുതൽ തുടങ്ങി വിശുദ്ധ ധൂപക്കുറ്റി വാഴ്ത്തുന്ന അനുഭവം. നമുക്കറിയാം ധൂപക്കുറ്റി എന്തിനെയാണ് സിംബോളൈസ് ചെയ്യുന്നത്, അല്ലേ? സഭയെ മൊത്തമായി, ലോകത്തെ മൊത്തമായി, ശിഷ്യന്മാരെയും അറിയിപ്പുകാരെയും പാപികളെയും നല്ലവരെയും വിശുദ്ധന്മാരെയും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വലിയ സത്യമാണ് ധൂപക്കുറ്റി എന്ന് പറയുന്നത്. അപ്പം ആ ധൂപക്കുറ്റിയെ വാഴ്ത്തുക എന്ന് പറയുന്നത് സഭയെ മൊത്തമായി, ലോകത്തെ മൊത്തമായി വാഴ്ത്തി വിശുദ്ധീകരിച്ച് ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പുരോഹിതൻ ദിവ്യബലി അനുഷ്ഠിക്കുവാനായിട്ട് ദർഗയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ വിശുദ്ധീകരണത്തിൻ്റെ ശുശ്രൂഷകൾ അനവധി പ്രാവശ്യം നാം പങ്കാളികളായവരാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധീകരണത്തിൻ്റെ അനുഭവം എത്രമാത്രം നമ്മിൽ ആകുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട് എന്ന് സ്വയം പരിശോധിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. അപ്പോൾ 3 ചിന്തയാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നാം ഓരോരുത്തരും ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയിൽ ആണോ നാം നിലനിൽക്കുന്നത് എന്ന് സ്വയം പരിശോധിക്കുക. 2,
പത്രോസിനെ പോലെ ഉറച്ച പാറ പോലെയുള്ള വിശ്വാസത്തിലാണോ നാം നിലനിൽക്കുന്നത് എന്ന് സ്വയം പരിശോധിക്കുക. 3, മോശ തന്നെയും തൻ്റെ ജനങ്ങളെയും വിശുദ്ധീകരിച്ച പ്രകാരം വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലാണോ നാം നിലനിൽക്കുന്നത്? പ്രത്യേകിച്ച് ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ ദിവസം എന്ന് പറയുന്നത്, ഇടവകയുടെ പെരുന്നാൾ എന്ന് പറയുന്നത്, ഇടവകയുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഇടവകയിലെ ഓരോ ജനങ്ങളും വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ്. ഓരോ ജനങ്ങളും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവത്തിലേക്ക് വരുമ്പോഴാണ്. അപ്പം അങ്ങനെ അപ്രകാരം ഞാനും നിങ്ങളും ഈ ഇടവകയുടെ ദിനം, ഇടവക ദിനം ആചരിക്കുമ്പോൾ നമ്മെ തന്നെ ഒന്നുകൂടെ വിചിന്തനം ചെയ്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. കഴിഞ്ഞ വർഷങ്ങൾ അത്ഭുതകരമെന്ന വണ്ണം ദൈവം നമ്മെ നടത്തി. പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഒത്തിരി ലോകമാസകലം നേരിട്ടപ്പോഴും ദൈവം നമ്മെ അത്ഭുതകരമായിട്ട് വഴി നടത്തി. ഇനിയും വരുന്ന കാലങ്ങളിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അവയിൽ നിലനിൽക്കുവാൻ, ശക്തരായി ദൈവത്തെ പിന്തുടരുവാൻ ഈ ഇടവകയിലെ ഓരോ ജനങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Achan, for the spiritual enlightenment. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ ഈ വർഷത്തെ ഇടവക ദിനം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി അഭിമന്യ തിരുമേനിയെയും വന്യ വൈദിക ശ്രേഷ്ഠരെയും വേദിയിൽ ഉപേക്ഷരായിരിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ആദ്യം അഭിമന്യ തിരുമേനി, അതിനെ തുടർന്ന് ഇടവക വികാരി, അതിനുശേഷം അസോസിയേറ്റ് വികാരി, തുടർന്ന് മിസ്റ്റർ സജു തോമസ്, ഇടവകയുടെ സെക്രട്ടറിയും ട്രസ്റ്റിയും സംയുക്തമായി, സഭ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ, ഭദ്രാസന കൗൺസിൽ മെമ്പർ എന്നിവർ സംയുക്തമായി, പ്രാർത്ഥനാ യോഗ ജനറൽ സെക്രട്ടറി, പാരിഷ് ഡേ ജനറൽ കൺവീനർ എന്നിവർ സംയുക്തമായി എന്നീ ക്രമത്തിൽ തിരി തെളിയിക്കുന്നു. വെളിവുനിറഞ്ഞോരീശോ നിൻ വെളിവാ കാണുന്നു. വെളിവിയടിയാരഖില ധാരവദ വെളിവും നീ കാന്ത്യങ്ങളെ നീ താതൻ കതിരെ ശോഭിപ്പിക്കും വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യമിധേ പരിശുദ്ധ വേണ്ട കഷ്ടത വീഴ്ചിൻ ദൈവമടിയാ സൽക്രിയകൾക്കു മന ശുദ്ധ്യ സംഗതി വരണി Thank you. Please be seated. I am privileged to introduce to you the esteemed guest of the day, His Grace Givargis Mar Pakomios, who graces us with his presence today. Born on 6th March 1973 at Kochupanubal House to Mr. K.M. Elias and the late Mrs. Omana, His Grace Givargis Mar Pakomios Metropolitan
is from the parish of St. George, Mannatur, under the Diocese of East Kandanad. After completing his degree in theological studies at Kottayam Old Seminary, His Grace was ordained as Kashisha by His Grace Dr. Thomas Mar Athanasius, Metropolitan, on 10th December 2009. In addition to his theological education, His Grace holds a bachelor's degree in law and a master's degree in Vedic studies from Vadavathur Eastern Vidyapeeth Seminary. For 10 consecutive years, His Grace served on the Association of Managing Committees of the Church, demonstrating his commitment to the growth and well-being of the Church. On 25th February 2022, His Grace was elected as Metropolitan during the Malankara Association held in Kolanjeri. He was subsequently ordained as Metropolitan under the name Mar Pacomios on 28th July 2022 at St. Mary's Syrian Orthodox Cathedral, Parni. Today, His Grace serves as the Metropolitan of the Malabar Diocese, one of the largest dioceses in Malankara Orthodox Church. With great respect and reverence, I now humbly invite our beloved Thirumeni to address us with his words of wisdom and deliver the inaugural address for this gathering. ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്ദരായ സഹോദര വൈദികരെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, മഹാ ഇടവകയുടെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. തലമുറകളായി മലങ്കര സഭയുടെ വെളിച്ചമായി അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു ഇടവകയാണ് കുവൈറ്റ് മഹാ ഇടവക. ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ചപ്പോഴും പ്രതിസന്ധികളും പ്രതികൂലതകളും യുദ്ധവും പീഡനങ്ങളും രോഗവും ഇങ്ങനെ അനേകം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ദൈവത്തിൻ്റെ ശുശ്രൂഷയും പരിശുദ്ധ സഭയുടെ വിശ്വാസവും കാത്തുപരിപാലിച്ച് ആ ശുശ്രൂഷ തലമുറകളിലേക്ക് പകർന്നു നൽകി ഒരു മാതൃകയായ ഇടവക ദിനത്തിലാണ് നമ്മൾ ഓരോരുത്തരും. വലിയ സാധ്യതകൾ ഉള്ളതും മാതൃകയുള്ളതുമായ ഒരു ഇടവകയാണ്. ആ ഇടവകയുടെ പ്രതിനിധികളാവുക എന്നതും വലിയ ഭാഗ്യം തന്നെയാണ്. എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഭാഗ്യമല്ല. അതെന്നും അനുഗ്രഹത്തിൻ്റെതാകട്ടെ എന്ന് മുന്നമേ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഇടവക ദിനം അല്ലെങ്കിൽ ഇടവകയുടെ ദിനം ആചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ മുന്നമേ സൂചിപ്പിച്ചു, നമ്മുടെ പിതാമഹന്മാർ ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ചതാണ്. ഇവിടെ ഇന്ന് ക്ഷണിക്കപ്പെട്ട് നാട്ടിൽ നിന്ന് വന്ന സ്നേഹിതന്മാർ, ഈ ഇടവകയെ നയിച്ച നേതൃപാടത്വമുള്ള സഹോദരന്മാർ, സഹോദരിമാർ, ഇവരൊക്കെ സാന്നിധ്യമുണ്ട്. അതിലൂടെ നിങ്ങൾ നൽകുന്നതായ ഒരു സന്ദേശമെന്ന് പറയുന്നത് ആദരവാണ്. അത് പിടിച്ചു പറ്റുവാനോ പിടിച്ചു നൽകുവാനോ ഉള്ളതല്ല. യഥാർത്ഥത്തിൽ ദൈവം നൽകുന്ന കൃപയാണ് ആദരവ്. ആ ആദരവിലേക്ക് ക്ഷണിച്ച ഈ ഇടവകയുടെ മുൻ സാരഥികളായവരെ പ്രത്യേകമായി ഓർക്കുകയാണ്. കാരണം അവർ നടന്ന വഴിയിലൂടെ ഇപ്പോഴും ആ വിശ്വാസ തീഷ്ണതയിൽ നടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ കൃപ എന്ന് പറയുന്നത്. അകന്നു പോകാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിശുദ്ധ സഭയുടെ ഭാഗമാകുന്നത് എന്ന് ചോദിച്ചാൽ അത് കൃപയാണ്. നിങ്ങൾ നടന്ന വഴിയിൽ
അല്ലെങ്കിൽ പിതാക്കന്മാർ നിങ്ങൾ നടത്തിയ വഴിയിൽ ശക്തമായി അതിനെ പിന്തുടരുവാൻ സാധിക്കുക എന്നത് ദൈവകൃപയുടെ ഭാഗമാണ്. അത് സാധ്യമാകട്ടെ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ അതിനധികമായ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ പിതാമഹന്മാർ നിങ്ങൾക്ക് കാണിച്ചു തന്നതായ ആ വെളിച്ചം, തെളിയിച്ചു തന്നതായ ആ പ്രകാശം അടുത്ത തലമുറയിലേക്ക് പകരുവാൻ നമുക്ക് സാധ്യമാകണം. അതാണ് ഇടവക ദിനങ്ങളുടെ പ്രത്യേകത, നിയോഗമെന്ന് പറയും. ഇടവകയുടെ നിയോഗമെന്ന് പറയുന്നത് അടുത്ത തലമുറയിലേക്ക് ഇത് പകരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നൽകിയതായ ആ പ്രോജ്വലനം അതിൻ്റെ ശക്തിയിൽ പിന്തുടരുവാൻ സാധിക്കുകയുള്ളൂ. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, ഏത് മേഖലയിലാണ് നിൽക്കുന്നത്, ആ നിൽക്കുന്ന ഇടത്ത് നിന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകണമെങ്കിൽ പുറകിൽ കത്തുന്ന ഒരു അനുഭവം ഉണ്ടാകണം. നമ്മളിവിടെ ഉദ്ഘാടനം നടത്തുവാൻ നേരത്ത് വിളക്ക് തെളിയിച്ചു. ആ വിളക്ക് തെളിയിക്കുന്നതിന് അർത്ഥം എന്താണ്? അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിൽ പ്രകാശമാകുവാനുള്ള വിളിയാണ്. ഈ ഇടവകയുടെ നിയോഗവും അതുതന്നെയാണ്. ഈ ലോകത്ത് പ്രകാശം നൽകുവാനും ഈ ലോകത്തിന് പ്രകാശം പരത്തുവാൻ തക്കവണ്ണം സാധ്യമാകുന്ന ശുശ്രൂഷ നിർവഹിക്കുവാനും സാധിക്കുന്ന തരത്തിൽ ഇടവകയെ ക്രമീകരിക്കുക എന്നതാണ്. അത് കത്തി നിൽക്കണമെങ്കിൽ ഊർജമുണ്ടാകണം, കത്തുവാനുള്ള പ്രചോദനമുണ്ടാകണം. ഇത് രണ്ടുമാണ് ഇടവകയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. അടുത്ത തലമുറയ്ക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതായ വലിയ സന്ദേശവും അതുതന്നെയാണ്. ഞങ്ങളുടെ മാതൃക, ആ മാതൃക പിൻപറ്റുവാനും അത് പകർന്നു നൽകുവാനും അതാണ് ആ വിളക്ക് കത്തി നിൽക്കുകയുള്ളൂ. കത്തിക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ കെട്ടുപോകും. ഊർജമില്ലാതിരിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ എണ്ണയില്ലാതിരിക്കുകയും ചെയ്താൽ, കത്തുവാനുള്ളതായ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുകയും ചെയ്താൽ അത് കെട്ടുപോകും. ഇടവക കെട്ടുപോകുവാനുള്ളതല്ല, പകരം പ്രകാശിക്കുവാനുള്ളതാണ്. പുറപ്പാട് പുസ്തകത്തിൽ മോശ ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ഒരു ഭാഗമുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളാണ്. ഇവിടെ മോശ പറയുകയാണ്, താൻ കത്തുന്ന അനുഭവം ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഒരു പൊന്തക്കാട് കത്തുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, അവൻ ശ്രദ്ധിച്ചപ്പോൾ അത് നശിച്ചു പോകുന്നില്ല എന്ന് അതിനകത്ത് കാണുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ കത്തുന്ന ചില അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്. യുദ്ധങ്ങളുണ്ടായി, കോവിഡിൻ്റെ പ്രതിസന്ധികളുണ്ടായി, കഷ്ടങ്ങളും നഷ്ടങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും ഉണ്ടായി. അനേകം ആളുകൾ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോവുകയും മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നശിച്ചു പോകാതെ കാത്തു പരിപാലിക്കുന്നുണ്ടെങ്കിലും, കാത്തു സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ദൈവകൃപയാണ് എന്ന് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവകൃപയിലായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ദേവാലയത്തിലായത്. നമ്മുടെ ആരുടെയും മിടുക്കൊന്നുമല്ല, നമ്മളാരും മിടുക്കന്മാരുമല്ല. ദൈവം നൽകുന്ന കൃപയാണ് എന്ന് മനസ്സിലാക്കാം. ആയതുകൊണ്ട് ആ കൃപ തലമുറകളിലേക്ക് പകരുവാൻ സാധിക്കണം. തീമോത്തിയോസ് ലേഖനത്തിൽ പറയുന്നുണ്ട് 2 അമ്മമാരെ കുറിച്ച്. തീമോത്തിയോസിനോട് പറയുകയാണ്, നിന്റെ അമ്മ ലോവീസിലും നിന്റെ വലിയമ്മ യുനീത്തിലും ഉള്ള വിശ്വാസം നിന്നിലുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകരുവാൻ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകുവാൻ, നമ്മുടെ സംസാരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പ്രചോദനമാകുവാൻ നമുക്കിടയാകണം. അതാണ് ഇടവക ദിനത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് അത് തലമുറയ്ക്ക് അനുകൂലമാകണം, അനുഗ്രഹമാകണം, അവരെ കൃപയിൽ നടത്തുവാനുള്ളതാകണം. അപ്പോഴാണ് ഇടവക വിശുദ്ധീകരണത്തിലേക്ക് എത്തുകയുള്ളൂ.
ഇടവക എന്ന് പറയുന്നത് കല്ലും മണ്ണുകൊണ്ടും സൃഷ്ടിക്കപ്പെട്ട ഒരു കെട്ടിടമല്ല. ഞാനും നിങ്ങളുമായിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെ ഹൃദയമാകുന്ന അനുഭവമാണ്. അതാണ് ഇടവക. അവിടെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അനുഭവമായിരിക്കണം ഉണ്ടാകേണ്ടത്. അകൽച്ചയുടെയും കുറ്റപ്പെടുത്തലിൻ്റെയും അനുഭവം ഉണ്ടാകാതിരിക്കുവാനും ശ്രമിക്കണം. സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, എന്നെ സംബന്ധിച്ച് മഹാ ഇടവക വലിയ സന്തോഷം നൽകുന്ന ഒരു സ്ഥലമാണ്, ഒരു ഇടവകയാണ്. മലങ്കര സഭയിൽ ഏറ്റവും അധികം കൃപ, ഏറ്റവും നല്ല ശുശ്രൂഷകൾ നൽകുന്ന ഒരു ഇടവക ഏത് എന്ന് ചോദിച്ചാൽ മലങ്കര സഭയ്ക്ക് പറയുവാൻ സാധിക്കും, എല്ലാ അർത്ഥത്തിലും മഹാ ഇടവകയാണ്. കുവൈറ്റ് ദേശക്കാരാണ്. അവരുടെ ഇല്ലായ്മയിലും അവർ പരിശുദ്ധ സഭയോട് ചേർന്ന് നിൽക്കുന്നു. അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെ സഹോദരന്മാരെ സഹായിക്കുവാൻ അവർക്ക് താല്പര്യത്തോടെ മുന്നോട്ട് വരുന്നു. അവരുടെ ഇല്ലായ്മയും പ്രതിസന്ധിയും അവരെ സംബന്ധിച്ച് അവരിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമാണ്. എൻ്റെ സഹോദരൻ്റെ വളർച്ച, എൻ്റെ സഹോദരൻ്റെ നന്മ, അത് ഈ ഇടവകയുടെ ലക്ഷ്യമാണ്. അത് എന്തും അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും ഈ ഇടവക ദിനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഒരു വാക്കുകൂടി, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും അതുപോലെ തന്നെ ഞാൻ ഉൾപ്പെടുന്നതായ എൻ്റെ ഭദ്രാസനത്തെയും ഓർക്കണമേ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹപ്രദമായ ദൂത് നൽകി നമ്മെ അനുഗ്രഹിച്ച അഭിവന്യ തിരുമേനിയുള്ള നന്ദി തൃപ്പാദങ്ങളിൽ അർപ്പിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ആത്മീയ അടിത്തറയിൽ വളർന്നു വൈദികനായി ഭദ്രാസനത്തിൻ്റെ മനുഷ്യ സേവനങ്ങളിൽ സമർപ്പിത പ്രവർത്തനങ്ങളാൽ ശ്രദ്ധ ആർജിച്ച മഹാ ഇടവകയുടെ അസോസിയേറ്റ് വികാരി ബഹുമാനപ്പെട്ട മാത്യു തോമസ് അച്ഛനെ ആശംസാ സന്ദേശത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. മലബാർ ഭദ്രാസന അധിപനായിരിക്കുന്ന അഭിവന്യ ഗീവർഗീസ് മാർ പക്കോമ്യൂസ് തിരുമനസ്, ഇടവകയുടെ വികാരി ശ്രേഷ്ഠനായിരിക്കുന്ന ഡോക്ടർ ബിജു ജോർജ് പാറക്കലച്ചൻ, ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന ശ്രേഷ്ഠരായിരിക്കുന്ന വ്യക്തിത്വങ്ങൾ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയമുള്ള യൂരുമേ, എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഇടവക ദിനമാകുന്നു കുവൈറ്റിൽ വന്നതിന് ശേഷം. കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ തലസ്ഥാനമാകുന്ന ഭിലായിൽ ജനിച്ചു വളർന്നുകൊണ്ടും ബാല്യം മുതലേ ഭദ്രാസനത്തിൻ്റെതായിരിക്കുന്ന ആ വളർച്ചയുടെ ഘട്ടം കാലാകാലങ്ങളിൽ സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിച്ചുകൊണ്ടും ഒന്ന് വളരെ വിശ്വാസത്തോടു കൂടി പറയാം, ഈ ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പൊലീത്തയായിരുന്ന അഭിവന്യ സ്തേപ്പാനോസ് മാർ തെവോദോസിയൂസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം കുവൈറ്റ് എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ജീവനായിരുന്നു. കുവൈറ്റിനെ പറ്റി എപ്പോൾ സംസാരിച്ചാലും അതീവ സന്തോഷത്തോടു കൂടി മാത്രമേ തിരുമനസ്സിന് പറയാൻ സാധിക്കുകയുള്ളായിരുന്നു. കാരണം തിരുമനസ് പറഞ്ഞ പോലെ, പക്കോമിസ് തിരുമനസ് പറഞ്ഞ പോലെ, ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ കൽക്കട്ട ഭദ്രാസനത്തെ ഉയർത്തിയ ആ പിതാവ് അതിൻ്റെ സ്രോതസ്സായി കണ്ടിരുന്നത് കുവൈറ്റ് മഹാ ഇടവകയായിരുന്നു. ഞാൻ ഓർത്തു പോകുകയായിരുന്നു, പണ്ടുകാലത്ത് വടക്കേ ഇന്ത്യയിലേക്ക് കടന്നുപോയ പൂർവികർ കുടുംബത്തിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളൊക്കെയും കണ്ട് ഒരു ചെറിയ ജോലി എവിടെയെങ്കിലും കിട്ടുമോ എന്നന്വേഷിച്ച് വടക്കേ ഇന്ത്യൻ സാഹചര്യങ്ങളിലായിത്തീർന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തെ പോഷിപ്പിക്കുക, കുടുംബത്തെ ഉയർത്തിക്കൊണ്ടുവരിക, സഹോദരങ്ങളെ ബലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ദൗത്യം. എന്നിരുന്നാലും
ആ ദേശത്ത്, അവരായിരിക്കുന്ന ദേശത്ത് ഒരു ദേവാലയം ആദ്യമേ ഉണ്ടാക്കുവാനായിട്ട് അവർ ശ്രമിച്ചിരുന്നു. കൽക്കട്ട പത്രാസനത്തെ സംബന്ധിച്ചിടത്തോളം കുവൈറ്റ് അങ്ങനെയുള്ള ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഇടവകയാകുന്നു ഈ കുവൈറ്റ് മഹാ ഇടവകയും സഹോദരി ഇടവകളുമൊക്കെയും. ഒരിക്കൽ തിരുമനസ് കാലം ചെയ്യുന്ന വർഷം ദേവദൂസ് തിരുമനസിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്ന സമയം ഭദ്രാസനത്തിൽ ഒരു ഇടവകയിൽ ചില പ്രയാസങ്ങൾ നേരിട്ടു. വളരെ അസ്വസ്ഥനായി ആ പിതാവ്. കാരണം ഞാൻ ചോദിച്ചപ്പോൾ വളരെ ഹൃദയവേദനയോട് പറഞ്ഞു, ശമാശ, ഞാൻ നട്ടുവളർത്തിയ എൻ്റെ ഇടവക എന്നിൽ നിന്നും അന്യമായി പോകുമോ എന്നുള്ള ഒരു ഭയം എന്നെ അലട്ടുന്നു. ഓരോ ഇടവകളെപ്പറ്റിയും കരുതലുള്ള, ഓരോ പാരിഷസിനെ പറ്റിയും ചിന്തയുള്ള, അതിൻ്റെ വളർച്ചയുടെ കാര്യത്തിൽ വളരെ സൂക്ഷ്മതയോട് ജാഗ്രതയോട് ഭരിച്ചിരുന്ന ഒരു പിതാവ്. ആ ഒരു പിതാവിൻ്റെ സന്നദ്ധിയും സ്മരണയും നമ്മൾ കൂട്ടത്തിൽ കൊണ്ടാടുകയായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ. കുവൈറ്റ് മഹായിടവകയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയം സഭയുടെ പഞ്ചാംഗ അനുസരിച്ച് സഭയുടെ വിശുദ്ധീകരണത്തിൻ്റെയും സഭയുടെ പ്രതിഷ്ഠാ പെരുന്നാളിൻ്റെയും ആയിരിക്കുന്ന ദിവസങ്ങളിലാകുന്നു ആ മഹാവിശുദ്ധൻ്റെ പെരുന്നാൾ ഓർമ്മ കൊണ്ടാടുന്നത്. വിശുദ്ധിയിലായിരിക്കാനും ആ ഒരു ഐക്യവും ആ ഒരു സാഹോദര്യവും ഫെലോഷിപ്പും നമുക്ക് കൊണ്ടാടുവാനായിട്ട് ഈ അവസരത്തിൽ കഴിയുമാറാകണം. ഈ ഇടവകയുടെ ബലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐക്യമാകുന്നു, നമ്മുടേതായിരിക്കുന്ന സാഹോദര്യമാകുന്നു. നമ്മുടെ ദേശത്തിൽ നിന്നും എത്രയോ കിലോമീറ്ററുകൾ അകലെ മാറി വിജനമായിരിക്കുന്ന ഈ മരുഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ സഭയോർത്ത്, നമ്മുടെ ഭദ്രാസനത്തെ ഓർത്ത്, നമ്മുടെ ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അതിൻ്റെയൊക്കെയും വളർച്ചയ്ക്കായിട്ട് ഒരുമിച്ച് നിൽക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്കേവർക്കും സാധ്യമാകണം. അവിശുദ്ധൻ്റെ ഓർമ്മ നമുക്കെല്ലാവർക്കും കാവലിനും കോട്ടയമായിരിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം നൽകിയ പ്രത്യേകമായിട്ടുള്ള ഇടവകയുടേതായിരിക്കുന്ന മാനേജിംഗ് കമ്മിറ്റിയോട് പ്രത്യേകമായിരിക്കുന്ന നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Achan, for your devotional speech. Our next guest is a distinguished individual who plays a key role in the service and administration of the NECK and has been a steadfast supporter of our church. A skilled orator and organizer, it is with great pleasure that I now invite Mr. Saju Thomas, the NECK representative, to address the gathering. ദൈവത്തിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ അനുഗ്രഹീത പാരിഷ് ദിനത്തിന് മഹനീയ സാന്നിധ്യം അരുതുന്ന ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇടവകയുടെ അനുഗ്രഹീത പ്രവർത്തനങ്ങൾക്ക് ആത്മീക നേതൃത്വം നൽകുന്ന NECK ഏറ്റവും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ബിജു ജോർജ് പാറക്കലച്ചൻ, വിശിഷ്ട അതിഥിയായി ഇന്നത്തെ മഹനീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഏറ്റവും ആദരണീയനായ അഭിവന്യ ഗീവറീസ് മാർ പക്കോമിയോസ് മെത്രാപ്പൊലിത്ത, റവറൻ ഫാദർ മാത്യു തോമസ്, ട്രസ്റ്റി ഷിബു അലക്സ്, സെക്രട്ടറി ബിനു ബെന്യാമിൻ, സഭാ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവകയുടെ ഭരണസമിതി അംഗങ്ങൾ, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ആദ്യമായി അറിയിക്കുന്നു. ഒരിക്കൽ സൂറിച്ചിലെ ഒരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 16-കാരനായ ഒരു ബാലൻ അവൻ്റെ അഡ്മിഷനായി കടന്നു ചെന്നു. ദീർഘനേരം നീണ്ടുനിന്ന അഭിമുഖ പരീക്ഷകൾക്ക് ശേഷം അവിടുത്തെ ടെക്നിക്കൽ ഹൈപ്പവർ കമ്മിറ്റി ആ ബാലന് ആ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കുവാനുള്ള യോഗ്യതയില്ല, അതായത് അവന് IQ ഇല്ല എന്ന് വിധി എഴുതപ്പെട്ടു. തികച്ചും നിരാശനായി ആ യൂണിവേഴ്സിറ്റിയുടെ പടികൾ ഇറങ്ങി സൂറിച്ചിൻ്റെ മഹാനഗരത്തിൻ്റെ തെരുവീതികളിലൂടെ സങ്കടത്തിലൂടെ ആ ബാലൻ നടന്നു നീങ്ങി. അന്ന് IQ കൂടുതലുള്ള മത്സര പരീക്ഷയിൽ ജയിച്ച് അഡ്മിഷൻ ലഭിച്ച അനേകം കുഞ്ഞുങ്ങൾ സന്തോഷവാന്മാരായി. എന്നാൽ അവരുടെ ആരുടെയും പേരുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ലോകം കണ്ട ഏറ്റവും വൈജ്ഞാനികനായ
അഡ്മിഷൻ ലഭിക്കാത്ത ആ ചെറുപ്പക്കാരൻ്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നായിരുന്നു. നമുക്കറിയാം, ഇന്ന് നാം ഇടവക ദിനമായി ഇവിടെ കൂടുമ്പോൾ 10ലും 12ലും ഉയർന്ന മാർഗം ലഭിച്ച നമ്മുടെ കുഞ്ഞുങ്ങളെ അനുമോദിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള അനുമോദനങ്ങൾ ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. എന്നാൽ അതോടൊപ്പം ആർക്കെങ്കിലും മാർക്ക് കുറഞ്ഞു പോയെങ്കിലും സങ്കടപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരിടമുണ്ട്. പരിശ്രമത്തിലൂടെ നിങ്ങൾക്കും മുന്നേറുവാൻ ദൈവം ഇടയാക്കും. നമുക്ക് ലഭിച്ച അറിവുകൾ, നമുക്ക് ലഭിച്ച പ്രകാശം, നമുക്ക് ലഭിച്ച വിജ്ഞാനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും ഉണ്ടാകുന്നത്. നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് സന്തോഷം പകരുവാൻ, അതിലൂടെ മറ്റുള്ളവരുടെ മുഖത്ത് ചിരി പടർത്തുവാൻ നമ്മൾക്ക് കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ സമൂഹത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഉദാത്തമായ മാതൃകയും സംഭാവനയും. യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറയുന്നുവെങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി ജ്ഞാനം കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. സദൃശ്യവാക്യങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു: ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് പരമേൽപ്പിച്ച് പ്രാർത്ഥനാപൂർവം നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിൽ മുന്നേറാം. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ കേരള ക്രൈസ്തവ സമൂഹത്തിന് അഭിമാനമായി കുവൈറ്റിൻ്റെ മണ്ണിൽ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയ്ക്ക് നിലനിൽക്കുവാനിടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. 100-ൽ പരം രാജ്യങ്ങളിൽ നിന്ന് 85-ൽ പരം സഭകൾ സഭാവ്യത്യാസമില്ലാതെ ആരാധിക്കുന്ന നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ചെയർമാൻ പാസ്റ്റർ ഇമ്മാനുവൽ ബി ഗരീബ്, സെക്രട്ടറി മിസ്റ്റർ റോയ് കെ യോഹന്നാൻ, NACK കോമൺ കൗൺസിലിൻ്റെ പേരിലുമുള്ള എല്ലാവിധമായ പ്രാർത്ഥനയും ആശംസയും ഇടവകയ്ക്ക് അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you for your words, Saju sir. It is with great joy and excitement that I invite the talented Sunday School choir of St. Gregorios Indian Orthodox Maha Edavaka to present their musical offering. The unwavering dedication and hard work of our children are a true blessing to our church, and today they will lift their voices in praise. Let us come together in the spirit of worship as we listen to their heartfelt performance.
Thank you for the lovely performance, Sunday School Choir. I would now like to call upon our Sabha Managing Committee member, Mr. Thomas Kuruvilla, to speak a few words. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തിരുമേനി, നമ്മുടെ വികാരിയായിരിക്കുന്ന ഡോക്ടർ ബിജു ജോർജ് പാറക്കലച്ചൻ, അസോസിയേറ്റ് വികാരി, ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പാരിഷ് ഡേ ആണ്. അതുപോലെ തന്നെ നമ്മൾ
ആചരിക്കുന്ന മഹാപരിശുദ്ധൻ്റെ ഓർമ്മ ദിവസം കൊണ്ടാടുന്ന ഇടവക കൊണ്ടാടുന്ന ഒരു ദിവസം കൂടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അതുപോലെ തന്നെ ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഓർമ്മ നമ്മൾ കൊണ്ടാടി, പരിശുദ്ധനായ അതുപോലെ തന്നെ നമ്മുടെ സ്തേഫാനോസ് മാർ തെവോദിയോസ് തിരുമേനി. ഈ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ പെരുന്നാളുകളുടെ ദിവസങ്ങളാണ്. എല്ലാ പള്ളികളിലും പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ നമ്മൾ ആചരിക്കുന്നതാണ്. അതോടൊപ്പം നമ്മൾ കുവൈറ്റ് മഹായിടവകയും ഇന്നും നാളെയുമായിട്ട് പരിശുദ്ധൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന ദിവസങ്ങളാണ്. അതോടൊപ്പം നമ്മുടെ പാരിഷ് ഡേയും നമ്മൾ ആചരിക്കുകയാണ്. എന്താണ് ഈ പാരിഷ് ഡേ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇടവകയുടെ ഒരു ഓഡിറ്റിംഗ് നടത്തുകയാണ്. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ ഒരു വർഷം, അതാണ് ഇവിടെ നമ്മളിന്ന്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇവിടെ എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും ഇടവകയുടെയും നമ്മൾ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമായിരുന്നു. ഇപ്പോഴത്തെ സമയപരിധി മൂലം നമ്മളത് വേണ്ടാന്ന് വെച്ച് അത് റിപ്പോർട്ടെല്ലാം നമ്മൾ മുൻകൂറായിട്ട് സബ്മിറ്റ് ചെയ്യുകയാണ്. അത് നമ്മൾക്ക് വെബ്സൈറ്റിൽ അവൈലബിളായി കിട്ടുന്നതാണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇടവക എന്ത് ചെയ്തു, ഓരോ ആത്മീയ പ്രസ്ഥാനങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ള ഒരു ഓഡിറ്റിങ് നമ്മളെത്തുമ്പോൾ നമ്മൾക്ക് ആക്ച്വലി നമുക്ക് ഒരു ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബേസ് മാർക്ക് ഉണ്ടായിരിക്കണം. പക്ഷെങ്കിൽ നമുക്കൊരു ബേസ് മാർക്ക് ഇല്ല. നമ്മൾ ഓരോ വർഷങ്ങളും എന്ത് ചെയ്തു എന്നുള്ളത് മാത്രമേ നമ്മളിവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സമയത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അഭിവന്ന തിരുമേനി പറഞ്ഞതുപോലെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ നിന്ന് നമ്മുടെ സഭ വളരെയധികം പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന ഒരു പാരിഷാണ് നമ്മുടെ കുവൈറ്റ് ഇടവക. എവിടെ ചെന്നാലും നമ്മൾക്ക് അഭിമാനം തോന്നും. കുവൈറ്റ് ഇടവകയിലെ ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ വില നമ്മൾ ഈ കുവൈറ്റിൽ മണ്ണിൽ നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെങ്കിൽ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ എവിടെ ചെന്നാലും കുവൈറ്റ് ഇടവകയുടെ ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ അത് സഭയിലാണെങ്കിലും ഇടവകളിലാണെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ ഒരു മാഹാത്മ്യം നമ്മൾക്ക് മനസ്സിലാകും. എന്താണെന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഇടവകയിൽ നിന്ന് സഭയും ഇടവകകളും ധാരാളം പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട്. അത് ഏതൊരു രീതിയിലാണെന്ന് നമ്മൾക്കൊക്കെയും അറിയാവുന്ന കാര്യമാണ്. ഈ ഇടവക സഭയുടെ ഒരു അഭിമാനം തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ഈ ഇടവക ദിനം കൊണ്ടാടുമ്പോൾ നമ്മൾക്ക് സഭയോടുള്ള കടമ ഉണ്ടാകണം. സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എല്ലായിടത്തും ഉണ്ട്. ആരും ഒന്നിനും അധീനരല്ല. അതൊക്കെ ആണെങ്കിലും നമ്മുടെ സഭയോടുള്ള ഒരു കൂറ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ ഇടവക ദിനം ആചരിക്കുമ്പോൾ നമ്മുടെ ഇടവകയിൽ ധാരാളം ആത്മീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഈ പ്രസ്ഥാനങ്ങളുടെ എല്ലാം കൂടി ഒരു കൂട്ടാണ് ഈ ഇടവക എന്ന് പറയുന്നത്. പല ആത്മീയ പ്രസ്ഥാനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുവൈറ്റിൽ 22 പ്രാർത്ഥനാ യോഗങ്ങൾ തന്നെ ഒരു സ്ഥലത്തുമില്ലാത്ത ഒരു കാര്യമാണ്. 22 പ്രാർത്ഥനാ യോഗങ്ങൾ. 22 പ്രാർത്ഥനാ യോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 22 ചർച്ചുകളായിട്ട് നമ്മൾക്ക് അവരോധിക്കാൻ പറ്റുന്നതാണ്. അതിനുള്ള മെമ്പേഴ്സൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ പുതിയ ജനറേഷൻ വന്നതിലോടുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ദുഃഖകരമായി പറയേണ്ടതായിട്ടുള്ളത്, നമ്മുടെ യങ്ങർ ജനറേഷനൊന്നും നമ്മുടെ ഇവിടെ ഈ പാരിഷിൽ നിന്ന് ഒരിടത്തോട്ടും കടന്നു വരുന്നില്ല. അതാണ് നമ്മുടെ വലിയൊരു അപജയം എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ നമ്മളിപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിലില്ലായിരുന്നെങ്കിലും കുറച്ചൊക്കെ കുവൈറ്റിലും അതുപോലെ മറ്റുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ കുവൈറ്റിന് വെളിയിലുള്ള രാജ്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലും കുറച്ചുകൂടെ ഇപ്പം ഈ യങ്ങർ ജനറേഷൻ കുറച്ചുകൂടെ നമ്മുടെ സഭയുമായിട്ട് അടുത്തു വരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പേ വെളിയിൽ പോയപ്പോൾ എനിക്ക് അനുഭവത്തിൽ തോന്നി. നമ്മുടെ യങ്ങർ ജനറേഷൻ ഒരു സമയത്ത് നമ്മുടെ ഈ മുൻവശത്ത് കുട്ടികളെ കൊണ്ട് അത്ര തിക്കും തിരക്കുമായിരുന്നു. ഇപ്പോഴും നമ്മൾക്ക് 4-5 കുട്ടികളല്ലാതെ ഈ മുൻവശത്ത് ഒരൊറ്റ കുട്ടികളെ പോലും നമ്മുടെ ഈ ഇടവകയിൽ കാണാൻ സാധിക്കുന്നില്ല. അത് തന്നെ നമ്മുടെ ഒരു പരാജയമെന്ന് തന്നെ പറയാം. നമ്മൾ ഈ വളർന്നു വന്ന സാഹചര്യമാണ് നമ്മളെ ഇങ്ങനെയൊക്കെ ആക്കിയത്. അതുപോലെ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ യങ്ങർ ജനറേഷന് ഇതിനു വേണ്ടി മുതിരുന്നത് കാണുമ്പോഴാണ് നമുക്കും ഒരു സന്തോഷം വരുന്നത്. നമ്മൾ അധികം കാലം ഇല്ലെങ്കിൽ ഇവിടുന്ന് നടന്നു പോകും. നമ്മുടെ യങ്ങർ ജനറേഷനാണ് ഈ ഇടവകയെ മുൻപോട്ട് നയിക്കേണ്ടത്. ആ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ഇടവക സഭയ്ക്കും
സമൂഹത്തിന് ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും നമ്മൾ ആത്മാർത്ഥതയോടെ ഓർക്കുകയാണ്. ദൈവം തമ്പുരാൻ നമ്മളെ വീണ്ടും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ അവസരം തന്ന ഇടവക മാനേജിംഗ് കമ്മിറ്റിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എനിക്ക് എന്നെ പോലെ തന്നെ സഭാ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായിരിക്കുന്ന കെ ഇ മാത്യു, അതായത് ഷാജി എലഞ്ഞിക്കലിൻ്റെയും അതുപോലെ തന്നെ ഭദ്രാസന കൗൺസിൽ മെമ്പറായിരിക്കുന്ന ദീപക് അലക്സ് പണിക്കറിൻ്റെയും ഉള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your words. We're now going to take a moment to reflect on all that has been accomplished in our parish over the year. Please join me in welcoming our Honorable Parish Secretary, Mr. Binu Beniam, to share the parish report. സെൻറ്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് മഹാ ഇടവക കുവൈറ്റ് ഇടവക പ്രവർത്തന റിപ്പോർട്ട് 2024-25. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ അപ്പസ്തോലനായ മാർത്തോമാ ശ്ലീഹായുടെ പുണ്യപാദ സ്പർശനങ്ങളാൽ പരിപാവനമായ ഇന്ത്യയുടെ മണ്ണിൽ വേരൂന്നി വളർന്ന മലങ്കര സഭയുടെ പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധനായ പരിമല മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന സെൻറ്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ 2024-25 പ്രവർത്തന വർഷത്തെ നാളിതുവരെയുള്ള പ്രവർത്തന റിപ്പോർട്ട് ഈ കാലയളവിൽ ഇടവകയിൽ നിന്നും വാങ്ങിപ്പോയ അംഗങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവനാമത്തിൽ ഈ റിപ്പോർട്ട് ഇടവക സമക്ഷം സമർപ്പിക്കട്ടെ. കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ പുണ്യശ്ലോകനായിരുന്ന കാലം ചെയ്ത അഭിമന്യ സ്തേഫാനോസ് മാർ തെവോദിയോസ് തിരുമേനിയുടെയും ബോംബെ ഭദ്രാസനാധിപൻ അഭിമന്യ ഗീവർഗീസ് മാർ കുറിലോസ് തിരുമേനിയുടെയും കാൽപാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് അഭിമന്യ ജോസഫ് മാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ പിൻഗാമിയായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൽക്കട്ട ഭദ്രാസന മെത്രാപ്പോലത്തെ ആയിരിക്കുന്ന അഭിമന്യ അലക്സിയോസ് മാർ യൗസേബ്യോസ് തിരുമേനിയുടെ ആത്മീയ നേതൃത്വത്തിൽ ഭദ്രാസനത്തിലെ ഏറ്റവും വലിയ പള്ളിയായ നമ്മുടെ മഹാ ഇടവക അനേകം അശരണർക്കും രോഗികൾക്കും എന്നും ഒരു കൈത്താങ്ങായും ആത്മീയ ചൈതന്യത്തോടെയും കുവൈറ്റിൻ്റെ മണ്ണിൽ അഭിമാനത്തോടെ നിലകൊള്ളുന്നു. ഇടവകയുടെ വികാരിയായി റവറൻ ഫാദർ ഡോക്ടർ ബിജു ജോർജ് പാറയ്ക്കൽ ഇടവകയ്ക്ക് ആത്മീയ നേതൃത്വം നൽകി വരികയും ഇടവകയുടെ അസോസിയേറ്റ് വികാരിയായി റവറൻ ഫാദർ ലിജു കെ പൊന്നച്ചൻ 2024 മെയ് മാസം 31 വരെ സേവനം അനുഷ്ഠിക്കുകയും തുടർന്ന് ഇടവക മെത്രാപ്പോലിത്തയുടെ കൽപ്പന പ്രകാരം അസോസിയേറ്റ് വികാരിയായി ജൂൺ 1 മുതൽ റവറൻ ഫാദർ മാത്യു തോമസ് ശുശ്രൂഷ ചെയ്തു വരികയും ചെയ്യുന്നു. ഇടവകയുടെ എല്ലാവിധമായ ആത്മീയ ശ്രേഷ്ഠതയ്ക്കും അഭിവൃദ്ധിക്കും ആത്മീയ സംഘടനകളുടെ ഉന്നമനത്തിനും പ്രാർത്ഥനാപൂർവം അംഗങ്ങളെ നേരായ പാതയിൽ നയിക്കുന്നതിനും പ്രിയ വൈദികർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു എന്നതും നന്ദിപൂർവം ഇത്തരുണത്തിൽ സ്മരിക്കുന്നു. ഇടവക ഭരണസമിതി, ഇടവക വികാരി, അസോസിയേറ്റ് വികാരി, ട്രസ്റ്റി, സെക്രട്ടറി എന്നിവരെ കൂടാതെ ഇടവകയിലുള്ള 22 പ്രാർത്ഥനാ യോഗങ്ങളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 22 കമ്മിറ്റി അംഗങ്ങൾ, എക്സൊബിഷ്യോ, 2 ഓഡിറ്റേഴ്സ് എന്നിവർ ചേർന്ന ഭരണസമിതി ഇടവകയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഭംഗിയായി നടത്തുകയും ഭാവിയിലുള്ള പുരോഗമന പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിച്ച് നടപ്പിലാക്കുകയും പൊതുയോഗ തീരുമാനങ്ങൾ പ്രായോഗികമാക്കുകയും ചെയ്തു വരുന്നു. ആരാധന, ഇടവക അംഗങ്ങളുടെ സൗകര്യാർത്ഥം NECKയിൽ മാസത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ ചൊവ്വാഴ്ചകളിലും എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലുമായി 12-ൽ കുറയാതെ വിശുദ്ധ കുർബാന നടത്തിവരുന്നു. അബ്ബാസിയ ഓഫീസ് പാഴ്സനേജ് ചാപ്പലിൽ നടത്തി വരുന്ന സന്ധ്യാനമസ്കാരവും വിശ്വാസികൾക്ക് ഏറെ ഗുണകരമാകുന്നു. കൂടാതെ പ്രധാന ശുശ്രൂഷകൾക്കായി ഹാശ ആഴ്ചയിൽ ഓശാന പെസഹ വ്യാഴം ദുഃഖവെള്ളി ഉയർപ്പ് പെരുന്നാൾ എന്നിവ എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ സംബന്ധിക്കുവാൻ തക്കവണ്ണം ഉള്ള സ്ഥലങ്ങളിൽ ക്രമീകരിച്ചുകൊണ്ട് ആരാധന സൗകര്യം ഒരുക്കുന്നു. പ്രാർത്ഥനാ യോഗങ്ങൾ, ഇടവകയുടെ ഏറ്റവും പ്രധാന ആത്മീയ സ്രോതസ്സുകളിൽ ഒന്നായി ഇടവക വിവിധ ഇടങ്ങളിലായി പ്രവർത്തിക്കുന്ന 22 പ്രാർത്ഥനാ യോഗങ്ങൾക്ക് ഇടവക വികാരിയും സഹവികാരിയും ശക്തമായ നേതൃത്വം നൽകി വരികയും ചെയ്യുന്നു. കൂടാതെ
ഇടവകയിലുള്ള ബാച്ചിലേഴ്സിനായി മാസത്തിലൊരു ഞായറാഴ്ച ബാച്ചിലേഴ്സ് പെയർ മീറ്റിംഗും നടത്തിവരുന്നു. കൂടാതെ ബ്രഹ്മവാർ ഭദ്രാസനത്തിൽ ഉൾപ്പെടുന്ന 30-ൽ പരം കുടുംബാംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബ്രഹ്മവാർ പ്രയർ പ്രത്യേകം പ്രാർത്ഥനാ യോഗവും നടത്തിവരുന്നു. ബ്രഹ്മവാർ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇടവകയ്ക്ക് ലഭിക്കുന്ന സഹായ സഹകരണത്തെയും പരസ്പരമുള്ള സാഹോദര്യ ബന്ധത്തെയും നന്ദിപൂർവ്വം എടുത്തു പറയട്ടെ. പ്രാർത്ഥനാ യോഗങ്ങളുടെ വളർച്ചയിൽ ഓരോ യോഗത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഭരണസമിതി അംഗങ്ങളുടെയും സെക്രട്ടറിമാരുടെയും മറ്റു നല്ലവരായ കുടുംബാംഗങ്ങളുടെയും കൂട്ടായ സഹകരണവും പ്രാർത്ഥനയും ആത്മീയ വളർച്ചയിൽ മത്സരബുദ്ധിയോടെയുള്ള പ്രവർത്തനവും ഇടവകയെ കൂടുതൽ എല്ലാ തലങ്ങളിലും ഉയർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രാർത്ഥനാ യോഗങ്ങളിലും ദൈവവചന ദൂത് നൽകുവാൻ തക്കവണ്ണം ഇടവകയുടെ വികാരിമാരും പ്രീച്ചേഴ്സും പ്രാർത്ഥനാ യോഗങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്നു. വ്യക്തികളായി ഓരോരുത്തരോടുമുള്ള പ്രത്യേകമായ നന്ദി ഇത്തരുണത്തിൽ അറിയിക്കുകയും കൂടുതൽ ആത്മീയ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവം അവരെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സൺഡേ സ്കൂൾ ആൻഡ് MGOCSM ഓർത്തഡോക്സ് വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പുതിയ തലമുറയെ ദൈവിക കൃപയിലും സഭാവിശ്വാസത്തിൻ്റെ പാതയിൽ വഴി നടത്തുന്നതിനുമായി ശ്രദ്ധേയമായ ശുശ്രൂഷ നടത്തുന്ന ആത്മീയ പ്രസ്ഥാനമാണ് സൺഡേ സ്കൂൾ. 1964 നമ്മുടെ ഇടവകയിൽ വളരെ ചുരുക്കം കുട്ടികളുമായി ആരംഭിച്ച സൺഡേ സ്കൂൾ ഇന്ന് മലങ്കര സഭയുടെ തന്നെ ഏറ്റവും വലിയ സൺഡേ സ്കൂളായി 1000-ൽ പരം കുട്ടികളും 80-നടുത്ത് അധ്യാപകരുമായി എല്ലാ പ്രവർത്തന മേഖലകളിലും കരുത്തു തെളിയിച്ചുകൊണ്ട് ഇടവകയുടെ അഭിമാനമായി നിലകൊള്ളുന്നു. 2015 ഒക്ടോബർ മാസം 16-ാം തീയതി സുവർണ ജൂബിലി സമാപനത്തിൽ മലങ്കര സഭയുടെ പരമാധ്യക്ഷനായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി ജൂബിലി വേദമഹാവിദ്യാലയം എന്ന പദവി ഇടവകയുടെ സൺഡേ സ്കൂളിന് കൽപ്പിച്ചു നൽകിയത് ഇത്തരുണത്തിൽ ഓർക്കുന്നു. എല്ലാ വ്യാഴാഴ്ച വൈകിട്ട് NECKയിൽ വെച്ച് സൺഡേ സ്കൂൾ ക്ലാസുകൾ നടത്തപ്പെടുന്നു. കൂടാതെ വെള്ളിയാഴ്ചകളിൽ ഓൺലൈൻ ക്ലാസുകളും നടത്തപ്പെടുന്നു. 2024 ഏപ്രിൽ 1 മുതൽ 10 വരെ നടന്ന OBBS കുട്ടികൾക്ക് വിനോദവും വിജ്ഞാനവും പകർന്നു നൽകിയ വേറിട്ട അനുഭവം ആയിരുന്നു. ഈ വർഷത്തെ OBBS ഡയറക്ടറായി പ്രവർത്തിച്ച മലങ്കര സഭയിലെ യുവവൈദികനും പത്തനംതിട്ട സ്വദേശിയുമായ റവറൻ ഫാദർ റിനിൽ പീറ്റർ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. 7ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നതായ MGOCSത്തിൻ്റെയും സുഗമമായ നടത്തിപ്പിനായി നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വൈദികർ, ഹെഡ് മാസ്റ്റർ, സൺഡേ സ്കൂൾ സെക്രട്ടറി, ടീച്ചേഴ്സ്, പേരൻസ് കമ്മിറ്റി മെമ്പേഴ്സ്, MGOCSM ഭാരവാഹികൾ, മറ്റെല്ലാ സഹപ്രവർത്തകരോടും ഉള്ള നന്ദി പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു. ആത്മീയ പ്രസ്ഥാനങ്ങൾ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മറ്റ് ആത്മീയ പ്രസ്ഥാനങ്ങളായ ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനം, മർത്തമറിയം സമാജം, മധ്യവർജന പ്രസ്ഥാനം, അഖില മലങ്കര ശുശ്രൂഷ സംഘം, കൂടാതെ സൺഡേ സ്കൂൾ അലൂമിനി എന്നീ സംഘടനകൾ ഇടവകയുടെ ആത്മീയ പുരോഗതിക്കും ആതുര സേവനങ്ങൾക്കും സഭാവിശ്വാസങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനും അതീവ ശുഷ്കാന്തിയോടെ ഇടവകയിൽ പ്രവർത്തിക്കുകയും കൂട്ടായ സഹകരണത്തിൽ കൂടി ഇടവകാംഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു. ഗായക സംഘങ്ങൾ. ഇടവകയിലെ വിശുദ്ധ ആരാധനകൾ, കൂദാശകൾ, മറ്റ് ആത്മീയ ശുശ്രൂഷകളെല്ലാം ആത്മാർത്ഥതയോടെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഗായക സംഘങ്ങളുടെ ശുശ്രൂഷ പ്രശംസനീയമാണ്. ചർച്ച് സീനിയർ കൊയർ, സാൽമിയ കൊയർ, സൺഡേ സ്കൂൾ മലയാളം കൊയർ, സൺഡേ സ്കൂൾ ലിറ്റർജീസ് കൊയർ എന്നീ ഗായക സംഘങ്ങൾ ഇടവകയുടെ ഒരു മൂല്യസമ്പത്തായി കാണുവാൻ സാധിക്കും. അതിന് നേതൃത്വം നൽകുന്ന കൊയർ കോർഡിനേറ്റേഴ്സിനോടും കൊയർ മാസ്റ്റേഴ്സിനോടും ഗായക സംഘത്തോടും അവർക്ക് പ്രോത്സാഹനം നൽകുന്ന മാതാപിതാക്കളോടുമുള്ള നന്ദി ഇത്തരുണത്തിൽ പ്രത്യേകമായി അറിയിക്കട്ടെ. ആത്മീയ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മൂല്യങ്ങളിൽ അടിയുറച്ചുകൊണ്ട് സാധുജന സഹായങ്ങൾക്കും ആതുര സേവനങ്ങൾക്കും മുൻതൂക്കം നൽകി ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഇടവകയിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് മേഴ്സി ഫെലോഷിപ്പ് IOMF, മാർ ബസേലിയോസ് മൂവ്മെൻറ്റ് MGM, മാർ ഗ്രിഗോറിയോസ് മൂവ്മെൻറ്റ് MBM, മാർ ഗ്രിഗോറിയസ് മൂവ്മെൻറ്റ് MGM, കൂടാതെ പരിമല മാർ ഗ്രിഗോറിയോസ് ചാരിറ്റബിൾ സൊസൈറ്റി PMGM എന്നീ സംഘടനകൾ വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നു. ഇടവകയുടെ വളർച്ചയ്ക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും സംഘടന വ്യത്യാസമില്ലാതെ പ്രവർത്തകർ നൽകുന്ന സേവനം വളരെ വിലമതിക്കുന്നതും അതോടൊപ്പം പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇടവക നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. ഇടവകയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. മലങ്കര സഭയുടെ എല്ലാ ഭദ്രാസനങ്ങൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ട് നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന അപേക്ഷകളിൽ ജാതിമത വ്യത്യാസമില്ലാതെ വിദ്യാഭ്യാസം, വിവാഹം, ചികിത്സ, ഭവന നിർമ്മാണം,
ദേവാലയ നിർമ്മാണം എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായി സഹായം നൽകുവാൻ തക്കവണ്ണം ഇടവകയിൽ ഗണ്യമായൊരു തുക സാധുജന സഹായത്തിനായി വകയിരുത്തുകയും മുടക്കം കൂടാതെ കാര്യക്ഷമമായി അതാത് വർഷത്തെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കൃത്യമായി ഈ തുക അപേക്ഷകരിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഈ വർഷം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലായി ഇടവകയ്ക്ക് ലഭിച്ച ചാരിറ്റി അപേക്ഷകളിൽ നിന്നും അർഹരായവരെ പരിഗണിച്ച് വിവിധ തരത്തിലുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് 7,50,000-ഓളം രൂപ ചികിത്സാ ധനസഹായം നൽകുവാൻ ഇതുവരെ സാധിച്ചു എന്നുള്ള കാര്യം ഇത്തരുണത്തിൽ പ്രത്യേകമായി അറിയിക്കട്ടെ. 8 നോമ്പ് ആചരണവും വാർഷിക കൺവെൻഷനും. ഈ വർഷത്തെ 8 നോമ്പ് ആചരണത്തോടനുബന്ധിച്ച് ഇടവകയുടെ വാർഷിക കൺവെൻഷൻ 2024 സെപ്റ്റംബർ 3-ാം തീയതി മുതൽ 6-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ NECKയിൽ വെച്ച് നടത്തപ്പെട്ടു. പ്രസ്തുത കൺവെൻഷന് മലങ്കര സഭയുടെ യുവ വൈദികനായ റവറൻ ഫാദർ നോബിൻ ഫിലിപ്പ് നേതൃത്വം നൽകുകയും സെപ്റ്റംബർ 7 ശനിയാഴ്ച NECKയിൽ വെച്ച് ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് വിശുദ്ധ കുർബാനയും നേർച്ച വിതരണവും നടത്തുകയുണ്ടായി. ഇടവക പബ്ലിക്കേഷൻസ്. ഇടവകയിൽ വിവിധ ആരാധനാലയങ്ങളിലായി അനുദിനമായി നടക്കുന്ന എല്ലാവിധ ആത്മീയ ശുശ്രൂഷകളുടെയും വിശദ വിവരങ്ങളും സമയക്രമങ്ങളും ഇടവകയിലെ എല്ലാ ആത്മീയ സംഘടനകളുടെയും വരും ദിന പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുന്നതുമായ ഗ്രിഗോറിയൻ എല്ലാ മാസവും ഓൺലൈനായി പ്രസിദ്ധീകരിക്കുന്നു. കൂടാതെ ഇടവകയുടെ പ്രധാന പരിപാടികളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടുന്നതും എല്ലാ ആത്മീയ സംഘടനകളുടെയും വാർഷിക റിപ്പോർട്ടും ഉൾപ്പെടുത്തി ഇടവകയുടെ മനോഹരമായ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് എന്നിവ എല്ലാവർക്കും പ്രയോജനകരമാകത്തക്ക രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇടവക വെബ് മാസ്റ്റർ, ഡെപ്യൂട്ടി വെബ് മാസ്റ്റർ, ഗ്രിഗോറിയൻ ടീം അംഗങ്ങളുടെ നിസ്സീമമായ സേവനത്തെ ഇത്തരുണത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കട്ടെ. ഇടവകയുടെ എല്ലാ പ്രധാന പ്രോഗ്രാമുകൾക്കും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനായി പ്രവർത്തിക്കുന്ന വെബ് ആൻഡ് മീഡിയ ടീം, കൂടാതെ ഇടവകയുടെ പ്രധാന പ്രോഗ്രാമുകൾ പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ വാർത്തകൾ നൽകാൻ സഹായിക്കുന്ന കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ കുവൈറ്റ് സോണൽ മീഡിയ കോർഡിനേറ്റർ എന്നിവരോടുള്ള നന്ദിയും ഇത്തരുണത്തിൽ അറിയിക്കട്ടെ. യാത്രയയപ്പ്. ഇടവകയുടെ അസിസ്റ്റന്റ് വികാരിയും അസോസിയേറ്റ് വികാരിയായും 5 വർഷക്കാലം സുസ്ഥിരമായ സേവനം അനുഷ്ഠിച്ച് ഇടവക മെത്രാപ്പോലിത്തയുടെ കൽപ്പന പ്രകാരം ട്രാൻസ്ഫർ ലഭിച്ച ബഹുമാനപ്പെട്ട ലിജു കെ പൊന്നച്ചനച്ചന് മഹാ ഇടവകയുടേതായ യാത്രയയപ്പും നൽകിയുണ്ടായി. മാർ തേവാദോസ്യോസ് ജന്മശതാബ്ദി പ്രസംഗ മത്സരം. കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലിത്തയായിരുന്ന ഭാഗ്യസ്മരണാർഹനായ തേവോദോസ്യോസ് തിരുമേനിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുമേനിയുടെ ജീവിത ചരിത്രത്തെ ആസ്പദമാക്കി മഹാ ഇടവകയുടെ നേതൃത്വത്തിൽ കുവൈറ്റിലെ മറ്റ് ഇടവകകളെ കൂടി ഉൾപ്പെടുത്തി കുവൈറ്റ് സോണൽ പ്രസംഗ മത്സരം NECKയിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. ഇതിൽ വിജയികളായവർക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകുകയുണ്ടായി. ദി ഗ്രിഗോറിയൻ ചാരിറ്റബിൾ സൊസൈറ്റി. ഇടവകയുടെ കുവൈറ്റ് കൊമേഴ്സ്യൽ ബാങ്കിലുള്ള ഫണ്ട് സുരക്ഷിതമായി വിനിയോഗിക്കുന്നതിനെ സംബന്ധിച്ച് പഠിക്കുന്നതിനായി രൂപീകരിച്ച അഡോക് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1956 ട്രാവൻകൂർ കൊച്ചിൻ ആക്ട് അനുസരിച്ച് നാട്ടിൽ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനമായി ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതിന് ഇടവക പൊതുയോഗം തീരുമാനം കൈക്കൊള്ളുകയും അതിൻ പ്രകാരം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ദി ഗ്രിഗോറിയൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ രജിസ്ട്രേഷൻ ലഭിക്കുകയും ഉണ്ടായി. ഇതിന് നേതൃത്വം നൽകിയ ഇടവക വികാരി, കൂടാതെ ശ്രീ മാത്യൂസ് വർഗീസ്, മറ്റ് അഡോക് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരോടെല്ലാവരോടുമുള്ള നന്ദിയും അറിയിച്ചുകൊള്ളട്ടെ. നന്ദി. ഇടവകയെ അക്ഷീണം മുന്നോട്ട് നയിക്കുവാൻ പ്രാർത്ഥനാപൂർവ്വം നമ്മെ സഹായിക്കുന്ന മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ തിരുമേനിയോടും സഭാ നേതൃത്വത്തോടും കൽക്കട്ട ഭദ്രാസനാധിപനും ഇടവകയുടെ മെത്രാപ്പോലിത്തയുമായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമേനിയോടും ഇടവക വൈദികരോടും ഉള്ള നന്ദിയും കടപ്പാടും വിനീതമായി അറിയിക്കട്ടെ. കുവൈറ്റിൽ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നിട്ടുള്ള കുവൈറ്റ് ഭരണാധികാരികളോടും വിശുദ്ധ ആരാധനയ്ക്ക് സ്ഥല സൗകര്യങ്ങൾ ഒരുക്കി തരുന്ന NECK കോമൺ കൗൺസിൽ ചെയർമാൻ റവറൻ ഫാദർ ഇമ്മാനുവൽ ഗരീബ്, NECK സെക്രട്ടറി മിസ്റ്റർ റോയി കെ യോഹന്നാൻ എന്നിവരോടുമുള്ള ഇടവകയുടെ കടപ്പാടും നന്ദിയും പ്രത്യേകമായി അറിയിക്കട്ടെ. ഇടവകയുടെ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനയോടെ നല്ല മനസ്സോടെ ശാരീരികമായും സാമ്പത്തികമായും സഹായ സഹകരണങ്ങൾ തന്ന് വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന നല്ലവരായ ഇടവക അംഗങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദിയും പ്രത്യേകമായി അറിയിച്ചു കൊള്ളട്ടെ. ഉപസംഹാരം.
പരിശുദ്ധ മാർത്തോമ ശ്ലീഹായുടെ സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തയുമായിരിക്കുന്ന പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയോടും പരിശുദ്ധ സുന്നഹദോസിനോടും ഇടവക മെത്രാപ്പോലിത്ത അഭിമന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമേനിയോടുമുള്ള അചഞ്ചലമായ ഭക്തിയും കൂറും ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും ഇന്ത്യയുടെ കാവൽ പിതാവായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെയും ഇടവകയുടെ കാവൽ പിതാവായ പരിശുദ്ധ പരിമല തിരുമേനിയുടെയും പരിശുദ്ധനായ വട്ടശ്ശേരിൽ മാർ ദിവനാസ്യോസ് തിരുമേനിയുടെയും പരിശുദ്ധനായ ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയാലും പ്രാർത്ഥനയിലും അഭയം പ്രാപിച്ചുകൊണ്ട് കരുണാസമ്പന്നനായ സർവശക്തനായ ദൈവത്തിൽ ഇടവകയെ മുറ്റുമായി സമർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഉപസംഹരിക്കുന്നു. ഇടവക ഭരണസമിതിക്ക് വേണ്ടി ബിനു ബെന്യാം, ഇടവക സെക്രട്ടറി. വളരെ ബൃഹത്തായ ഇടവകയുടെ പ്രവർത്തനങ്ങളെ സംക്ഷിപ്തമായ രൂപത്തിൽ അവതരിപ്പിച്ച ഇടവകയുടെ സെക്രട്ടറിയുള്ള നന്ദി അറിയിക്കട്ടെ. അടുത്തതായി ദൈവസേവനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പദത്തിൽ 25 വർഷം മഹാ ഇടവകയുടെ അഭിമാനമായി നിലകൊണ്ട വ്യക്തിത്വങ്ങളെ അവർ നിസ്വാർത്ഥമായ സേവനത്തിനും ഇടവകയോടുള്ള പ്രതിബദ്ധതയുടെയും സാക്ഷ്യമായി മെമൻറ്റോ നൽകി ആദരിക്കുന്നു. പേരുകൾ വായിക്കുന്ന സമയം ആദരിക്കപ്പെടുന്നവർ കുടുംബസമേതം സ്റ്റേജിലേക്ക് കടന്നുവന്ന് അഭിമന്യ തിരുമേനിയിൽ നിന്ന് മെമൻറ്റോ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മെമൻറ്റോ സ്വീകരിക്കുന്ന ദയവായി മുൻപോട്ട് വന്ന് നിൽക്കുകയായിരുന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് തീർക്കാമായിരുന്നു. മിസ്റ്റർ തോമസ് ഫിലിപ്പ്, സെൻറ്റ് ആൻഡ്രൂസ് പ്രയർ ഗ്രൂപ്പ്. മിസ്റ്റർ രഞ്ജൻ കുര്യൻ, സെൻറ്റ് ഡൈനീഷ്യസ് പ്രേ ഗ്രൂപ്പ്. മിസ്റ്റർ ജേക്കബ് തോമസ്, സെൻറ്റ് ജെയിംസ് പ്രേ ഗ്രൂപ്പ്. Mr. Jacob Thomas, St. James Prayer Group. Mr. Varugis Kutture Samuel, St. Joseph's Prayer Group. Mr. Ajay Payyampalil Varugis, St. Kuriakos Prayer Group. Mr. Lalu Jacob Tamarashiril, St. Kuriakos Prayer Group. Mr. Ajisi Thomas, St. Matthew's Prayer Group. Mr. Lalu Jacob Tamarashiril, St. Kuriakos Prayer Group. Mr. Ajisi Thomas, St. Matthew's Prayer Group. അതിനുശേഷം Mr. Roy Philip, St. Matthew's Prayer Group. Mr. Ebi Thomas, St. Paul's Prayer Group. Mr. Sam George, St. Peter's Prayer Group. Mr. Sam George, St. Peter's Prayer Group. അതിനുശേഷം Mr. Koshiki Nayanan, St. Stephen's Prayer Group. Mr. Sam George and family.
മിസ്റ്റർ കോഷിക് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് പ്രയർ ഗ്രൂപ്പ്, അതിനുശേഷം മിസ്റ്റർ ജേക്കബ് സക്രിയ കെ സെൻറ്റ് സ്റ്റീഫൻസ് പ്രയർ ഗ്രൂപ്പ്, അതിനുശേഷം മിസ്റ്റർ എൻ കെ ഈപ്പൻ സെൻറ്റ് ഡയനീഷ്യസ് പ്രയർ ഗ്രൂപ്പ്. അടുത്തതായി നമ്മുടെ ഇടവകയിൽ 55 വയസ്സ് പൂർത്തിയാക്കിയവരും ഇടവകയുടെ അംഗത്വത്തിൽ 10 വർഷം പൂർത്തിയാക്കിയവരുമായ വ്യക്തിത്വങ്ങളെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. പേരുകൾ വായിക്കുന്ന സമയം ദയവായി ആദരിക്കപ്പെടുന്നവർ കുടുംബസമേതം സ്റ്റേജിലേക്ക് വന്ന് അഭിനന്ദ തിരുമേനിയിൽ നിന്ന് പൊന്നാട സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മിസ്റ്റർ ജോസ് വർഗീസ് സെന്റ് ആൻഡ്രൂസ് പ്രയർ ഗ്രൂപ്പ്, മിസ്റ്റർ ഷിബു ചാക്കോ സെന്റ് അപ്രേം പ്രയർ ഗ്രൂപ്പ്, മിസ്റ്റർ പ്രകാശ് ബേബി സെന്റ് അപ്രേം പ്രയർ ഗ്രൂപ്പ്, മിസ്റ്റർ ജോൺ ജോർജ് സെന്റ് ബെഹനാൻസ് പ്രയർ ഗ്രൂപ്പ്, മിസ്റ്റർ അലക്സ് വർഗീസ് സെന്റ് ഡയനീഷ്യസ് പ്രയർ ഗ്രൂപ്പ്, മിസ്റ്റർ ജോസ് വർഗീസിന് ശേഷം ഷിബു ചാക്കോ സെന്റ് അപ്രേം, മിസ്റ്റർ പ്രകാശ് ബേബി സെന്റ് അപ്രേം, മിസ്റ്റർ ജോൺ ജോർജ് സെന്റ് ബെഹനാൻസ്, മിസ്റ്റർ അലക്സ് വർഗീസ് സെന്റ് ഡയനീഷ്യസ്, മിസ്റ്റർ ഫിലിപ്പോസ് തോമസ് സെന്റ് ഏലിയാസ്, Mr. Sam Kunyun, St. James Prayer Group, Mr. Ebi Samuel, St. Joseph's Prayer Group, Mr. Koshi K. Nainan, St. Joseph's Prayer Group, Mr. Vergis K. John, St. Jude Prayer Group, Mr. George Gutti Paulos, St. Kuriakos Prayer Group, Mr. Biji Thomas Vergis, St. Kuriakos Prayer Group, Mr. Vergis 80, St. Luke Prayer Group, Mr. Shaji Thomas, St. Mark Prayer Group, Mr. Jane Philip Olshiril, St. Mark Prayer Group, Mr. Bobby Joseph, St. Matthew's Prayer Group, Dr. Aju Thomas Abraham, St. Stephen's Prayer Group, and finally Mr. Saju Cherian, St. Thomas Prayer Group. Finally, Mr. Varugis Kuturit Samuel, St. Joseph's Prayer Group.
We proudly call upon the following students of grade 10, along with their parents, to receive the tokens of our appreciation. Master Johan Jubin Umen, son of Jubin P. Umen and Helen Alex from St. Kuriakos Prayer Group. Master Joshua George Wengel, son of Nathan Ipe and Elizabeth Sharon Thomas from St. Danish's Prayer Group. Master Jaden John Punchayil, son of Jane P. Abraham and Preetha John from St. Behanan's Prayer Group. Ms. Edna Annie Thomas, daughter of Titus, Matthew and Nancy and John from St. Elias Prayer Group. Master Joshua George Wengel, son of Nathan Ipe and Elizabeth Sharon Thomas from St. Danish's Prayer Group. Master Jaden John Punchayil, son of Jane P. Abraham and Preetha John from St. Behanan's Prayer Group. Miss Edna Annie Thomas, daughter of Titus Matthew and Nancy and John from St. Elias Prayer Group. Miss Jovina Ann Matthews, daughter of Matthew Vergis and Bindu Matthews from St. Joseph's Prayer Group. With great joy and enthusiasm, we now invite our accomplished grade 12 students, along with their parents, to come forward and receive their tokens of recognition for their outstanding achievements. From Maths, Physics, Chemistry and Computer Science stream, Ms. Joanne Mariam Shiju, daughter of Shiju Manapalil Koshi and Binu Cherian from St. Kuriakos Prayer Group. Ms. Joanne Mariam Shibu, daughter of Shiju Manapalil Koshi and Binu Cherian from St. Kuriakos Prayer Group. Ms. Chrislyn Ann Jinu, daughter of Jinu K. George and Elizabeth Jinu Ibe from St. Mark Prayer Group. From Economics, Maths, Business Studies and Accountancy stream, Ms. Saumya Sarah Charlie, daughter of Charlie Joshua and Minnie Joseph from St. Andrew's Prayer Group. Ms. Leah Elsa Ranjan, daughter of Ranjan Kurian and Lenny M. Thampi from St. Danish's Prayer Group. From Informatics, Physics, Chemistry and Biology stream, Ms. Anne Mary Subi, daughter of Subi Thankachan and Deepthi Thomas from St. Mary's Prayer Group. Ms. Anne Mary Subi, daughter of Subi Thankachan and Deepthi Thomas from St. Mary's Prayer Group. A huge congratulations to all our lovely students. We wish them the best of luck for their future endeavors. Up next, we are pleased to welcome the Salmia Church Choir to perform a devotional song. Known for their beautifully harmonious voices and deep devotion, this talented group of singers has constantly been a source of inspiration and spiritual engagement. Their unwavering commitment to excellence and reverence in worship is truly admirable.
സാൽമിയ കൊയർ തയ്യാറെടുക്കുന്ന ഈ സമയം കുവൈറ്റിലെ അനുഗ്രഹീത കലാകാരനും മഹായിടവകയുടെ അഭിമാനമായ ശ്രീ റോയ് എബ്രഹാം, അദ്ദേഹത്തിൻ്റെ മികവുറ്റതായ ഒരു കലാസൃഷ്ടി അഭിമന്യ തിരുമേനിക്ക് ഈ അവസരത്തിൽ സമ്മാനിക്കുന്നു. ഈ സ്നേഹോപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട റോയ് എബ്രഹാമിനെയും സ്വീകരിക്കുന്നതിനായി അഭിമന്യ തിരുമേനിയും ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. Thank you, Shri Roy Abraham. പ്രാർത്ഥനകൾ നിറവേറ്റിട്ട് ആരാണെന്നവിടുന്നങ്ങാരാഞ്ഞതിനുത്തരമായി ആരൂപം ഞാൻ നിന്റെ പിതാവൻ നലവേ. സാത്താനെ ജയിച്ചോനാം തൻ താതനിൽ വിഴിനട്ട സാഷ്ടാംഗം കുരിശുവര് ചത്തിച്ചപ്പോൾ സത്യേക ദൈവത്തിൻ വത്സലന തിരുമേനിയെ സാത്താൻ പരീക്ഷിച്ചു പരാജിതനായി. ചിത്രം സ്റ്റേറ്റ് മാനുവലിൽ ചേർക്കാൻ തിരുവനന്തപുരം ദീവാനുത്തരവായി. പ്രാർത്ഥന തീരും വരെയും കാത്തങ്ങീരുന്നിട്ടും ഛായാഗ്രഹണത്തിനു വെളിച്ചം പോരാ. അവസാനം തിരുമേനി വിവരമറിഞ്ഞു. തൻ രൂപം ഛായാഗ്രഹണം ചെയ്തിടുവാൻ തിരുമേനി വന്നതോ നട്ടുച്ചയ്ക്ക്. സമയം ചിത്രം
പാപത്തിൻ്റെ ശക്തിക്കൊരൽപ്പം ശമനം കിട്ടാനായി കുരിശേന്തും കരമുയരെ നീട്ടി താൻ പ്രാർത്ഥിച്ചു. കാർമേഘം പകലോരൊരു മറവായി നിന്നു. കായൽ തിരമാലയും കാറ്റും പേമാരിയെയും കർത്താവിൻ നാമത്തിൽ വരുതിയിലാക്കി. കഠിനമതാം വ്യാധികളും വൈശാലിക ബാധകളും കർശനമായി ശാസിച്ചവൻ അത്ഭുതമാനാ. കർത്താവിൻ കല്ലറയും മറുരൂപത്തിൻ മലയും കാൽവരിയും മർക്കോസിൻ മാളിക മുറിയും യോർദാൻ നദി വേദലഹിം ഗെത്സമനി എന്നുള്ള ഓരോന്നും നേരിൽ കണ്ടീശ്വരെ വാഴ്ത്തി. അവിടുത്തെ ശാസന കേട്ടനുസരണം കാട്ടാത്തോ അവശതയോടവിടുത്തെ സവിധേയത്വം. ആത്മീയ വൈദികർ ശ്രേഷ്ഠരായാൽ പോലും അവിടുത്തെ തിരുമുൻപിൽ വിറകൊണ്ടിടും. Thank you for the lovely performance, Salmiak Church Choir. നമ്മുടെ ഇടവകാംഗമായിരിക്കുന്ന മിസ്റ്റർ ജിനു കെ ജോർജിൻ്റെ പത്നി മിസസ് എലിസബത്ത് ലിസുജിനു രചിച്ച കേഡൻസ് അഡ്വഞ്ചേഴ്സ് വിത്ത് ഫെയ്ത്ത് എന്ന ബുക്കിന് US ഓർഗനൈസേഷനായ ക്രിസ്ത്യൻ ബുക്ക് അവാർഡ് ഗ്രൂപ്പിൻ്റെ ഗോൾഡ് മെഡൽ ലഭിക്കുകയുണ്ടായി. മിസസ് എലിസബത്ത് ലിസുവിനെ മഹാഇടവകയുടെ എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നതിനോടൊപ്പം ഇടവകയുടെ ആദരവ് ഇപ്പോൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ഈ ഇടവക ദിനം അതിമനോഹരമായി ക്രമീകരിച്ച കൺവീനർ ശ്രീ റെജി രാജനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് സ്തുതി. ആദരണീയനായ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷനും ഇടവക വികാരിയുമായ റവറൻ ഫാദർ ഡോക്ടർ ബിജു പാറയ്ക്കൽ, ഇന്നത്തെ യോഗത്തിൻ്റെ വിശിഷ്ട അതിഥിയായിരിക്കുന്ന അഭിവന്ദ്യ ഗീവർഗീസ് മാർ പക്കോമിയോസ് തിരുമേനി, നമ്മുടെ ഇടവകയുടെ സഹവികാരിയായിരിക്കുന്ന റവറൻ ഫാദർ മാത്യു തോമസ്, വേദിയിലും സദസ്സിലും ആയിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇടവകയുടെ 2024 വർഷത്തെ ഇടവക ദിനത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. എല്ലാം വളരെ ഭംഗിയായി നിർവഹിക്കാൻ ഇടയാക്കിയ ദൈവത്തെ ആദ്യമേ സ്തുതിക്കുന്നു. വളരെ സമയചുരുക്കം കാരണം എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷനും മഹാ ഇടവക വികാരിയുമായിരിക്കുന്ന ഡോക്ടർ ബിജു പാറയ്ക്കൽ അച്ഛൻ, ഇടവക ദിനത്തിനു വേണ്ടി ഉള്ള പ്രാരംഭ ചർച്ച ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ എല്ലാ കാര്യങ്ങൾക്കും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും
കൂടാതെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുകയും ചെയ്ത ബിജു അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇടവക ദിനത്തിനും പെരുന്നാളിനും മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതിനായി എത്തിച്ചേർന്ന മലബാർ ഭദ്രാസന അധിപൻ അഭിവന്ദ്യ ഗീവർഗീസ് മാർ പക്വമിയോസ് തിരുമേനി, വളരെ തിരക്കുകൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും നമ്മുടെ ഇടവകയുടെ ക്ഷണം സ്വീകരിച്ച് കുവൈറ്റിൻ്റെ മണ്ണിൽ എത്തിച്ചേരുകയും ഈ ഇടവക ദിനം ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹപ്രദമാക്കിയ അഭിവന്ദ്യ തിരുമേനിയോടുള്ള നന്ദിയും ആദരവും ഇടവകയുടെയും മാനേജിംഗ് കമ്മിറ്റിയുടെയും പേരിൽ അവിടുത്തെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ ഇടവകയുടെ സഹവികാരിയായി സേവനം അനുഷ്ഠിക്കുന്ന റവറൻ ഫാദർ മാത്യു തോമസ് അച്ഛൻ ഇടവക ദിനത്തിനു വേണ്ടി എല്ലാ പിന്തുണയും പ്രോത്സാഹനവും ചെയ്തു തന്നിരുന്നു. പ്രിയ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. NECKയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ റോയ് കെ വന്നാൻ, അദ്ദേഹം ഇപ്പോൾ നാട്ടിൽ പോയിരിക്കുകയാണ്. NECK പ്രതിനിധീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന NECK കൗൺസിൽ അംഗം കൂടിയായ ശ്രീ സജു തോമസ്. NECKയിൽ നമുക്ക് ഇടവയ്ക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എപ്പോഴും സമീപിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ശ്രീ സജു തോമസ്. നമുക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും ആത്മാർത്ഥമായി ചെയ്തു വരുന്ന അദ്ദേഹത്തോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. കൂടാതെ NECK ചെയർമാൻ പാസ്റ്റർ ഇമ്മാനുവൽ ഗരീബ്, NECK സെക്രട്ടറി ശ്രീ റോയ് കെ യോഹന്നാൻ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും ഇടവകയുടെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി ഇടവക ട്രസ്റ്റി ശ്രീ സിബു അലക്സ് ചാക്കോ, അതേപോലെ തന്നെ ഇടവകയുടെ ആദരണീയനായ സെക്രട്ടറി ശ്രീ ബിനു ബെന്യാമം, ഇവർ രണ്ടുപേരും ഇതിൻ്റെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ സപ്പോർട്ടും തന്നെ കൂടെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ശ്രീ തോമസ് കുരുവിള, അതേപോലെ തന്നെ സാന്നിധ്യത്തിലാണെങ്കിലും നമ്മുടെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന KE മാത്യൂസ് അവറുകൾ, ഇവരോട് രണ്ടുപേരോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ ഭദ്രാസന കൗൺസിൽ അംഗമായിരിക്കുന്ന ശ്രീ ദീപക് അലക്സ് പണിക്കർ, അദ്ദേഹത്തോടുമുള്ള മഹാ ഇടവയുടെ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ പ്രയർ ഗ്രൂപ്പിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ജുബിൻ ബി ഉമ്മൻ, അദ്ദേഹത്തോടും ഉള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇടവകയിലെ എല്ലാ പ്രയർ ഗ്രൂപ്പിൻ്റെയും സെക്രട്ടറിമാരോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇടവക ഇന്ന് നൽകിയ ആദരം ഏറ്റുവാങ്ങിയ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഉയർന്ന മാർക്ക് വാങ്ങി ഇടവകയുടെ ആദരവുകൾ ഏറ്റുവാങ്ങിയ എല്ലാ കുഞ്ഞുങ്ങളോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് ഇവിടെ ഗാനങ്ങൾ ആലപിച്ച ഇടവകയുടെ എല്ലാ കോയർ ടീംസിനോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇടവക വെബ് ടീം ആൻഡ് വീഡിയോ അവരോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഭദ്രാസന മീഡിയ കോർഡിനേറ്ററായ ശ്രീ ജെറി ജോൺ കോശി, അദ്ദേഹത്തോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. കടന്നു വന്നതായ ഭദ്രാസന പ്രതിനിധികൾ, അസോസിയേഷൻ അംഗങ്ങൾ എന്നിവരോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇടവകയിലെ ആത്മീയ ജീവകാരുണ്യ പ്രസ്ഥാന ഭാരവാഹികൾ, അതിൻ്റെ പ്രവർത്തകർ എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഫുഡിൻ്റെ ക്രമീകരണം ചെയ്തു തന്ന ഫുഡ് കൺവീനറായിരിക്കുന്ന ശ്രീ ബിജു തോമസ്, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ജോയിന്റ് കൺവീനേഴ്സ് എല്ലാവർക്കും ഈ സമയത്ത് ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. അതേപോലെ ഇന്ന് നമ്മുടെ പാരിഷ് ഡേക്ക് വാഹന സൗകര്യം ക്രമീകരിച്ച അതിൻ്റെ കൺവീനറായ ശ്രീ എം ജെ ജോൺ ആൻഡ് ടീം, അവരോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ ഇടവക ദിനത്തിന് മുന്നോടിയായി പെരുന്നാൾ റാസയും സന്ധ്യാനമസ്കാരവും ഉണ്ടായിരുന്നു. അതിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന ശ്രീ സജിമോൻ തോമസ്, ജോയിന്റ് കൺവീനറായി പ്രവർത്തിക്കുന്ന ശ്രീ ജോൺ തോമസ്, അവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ ഇടവക ദിനത്തിന് എല്ലാവിധ ഫെസിലിറ്റി സഹായം ചെയ്തു തന്ന ശ്രീ ബിജു ഐപ്പാൻ ടീം, അവരോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. കോമ്പയർ ടീമായി പ്രവർത്തിച്ച
ജിബു ജേക്കബ് ആൻഡ് മിസ് ദിവ്യ മാത്യു, നിങ്ങളോട് രണ്ടുപേരോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അതേപോലെ എൻ്റെ ജോയിൻ്റായി പ്രവർത്തിച്ച 5 പേരുണ്ട്. അവരാണ് എൻ്റെ ഇടവും വലവും നിന്ന് ഇന്നത്തെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത്. നാട്ടിൽ നിന്ന് പൊന്നാട ഉൾപ്പെടെ കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും അവർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പ്രിയ റോഷൻ, പ്രിയ ടോണി, പ്രിയ ബ്ലസൻ, പ്രിയ ബിനു, തോമസ് മാത്യു, ഇവരോടുള്ള എല്ലാവിധ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അതേപോലെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ വിജയത്തിനായി ഒരേപോലെ പ്രവർത്തിച്ച മഹാ ഇടവകയിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ എൻ്റെ എല്ലാ സഹോദരങ്ങളോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഫോട്ടോ എടുത്ത് സഹായിച്ച പ്രിയ സ്നേഹിതൻ ഷിബു സാമുവലിനോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ചെറുതും വലുതുമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. താങ്ക് യു ശ്രീ റിജി രാജൻ. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് അഭിമന്യ തിരുമേനിയെ ക്ഷണിച്ചോളൂ. ഒരു വാക്ക് നന്ദി പറയുകയാണ്. അത് മറ്റാരോടല്ല, എനിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്ന എത്രയും സ്നേഹമുള്ള റോയിച്ചായനോടാണ്. എന്നേക്കാൾ സൗന്ദര്യത്തിലാണ് അത് വരച്ചത്. നന്നായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇപ്രകാരം ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് റിട്ടൺ ഫോട്ടോ എനിക്ക് കിട്ടുന്നത്. പ്രത്യേകമായി നന്ദി സ്നേഹവും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീത കൃപകളുള്ള ഒരു കലാകാരനാണ്. എല്ലാ അനുഗ്രഹങ്ങളും ഭാവങ്ങളും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നേരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മോടൊപ്പം ഈ ഇടവകയോടൊപ്പം, പ്രത്യേകിച്ച് ദൂരെയും ചാരയുമായിരുന്ന് ഇടവകയെ സ്നേഹിക്കുകയും ഇടവകയെ നയിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാവരോടൊപ്പം, കുടുംബങ്ങളോടൊപ്പം, അടുത്ത തലമുറകളോടൊപ്പം, ഇടവകയെ പ്രതിനിധീകരിക്കുന്ന വികാരിയച്ഛന്മാരും അതിൻ്റെ ചുമതലക്കാരുമായ എല്ലാവരോടൊപ്പം, പ്രാർത്ഥനാ കൂട്ടായ്മകളോടൊപ്പം എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. പ്രത്യേകമായ ഒരു കാര്യം കൂടി അറിയിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായിട്ട് നിങ്ങളതിൽ എല്ലാവരും സംബന്ധിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അതുപോലെ ഇന്ന് നാം ആദരിക്കപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും ഡിന്നർ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ട്രഡീഷണൽ ദിവാനിയയിലാണ്. അവിടെ നിങ്ങൾ ദയവായിട്ട് ഭക്ഷണം കഴിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ബാക്കിയുള്ള എല്ലാവർക്കും ഈ പള്ളിയുടെ തെക്കുവശത്തായിട്ട് ഇതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പാരിഷ് ഹാളിലാണ്. എല്ലാവരും അതിനായിട്ട് നിന്ന് ആ ഭക്ഷണം സ്വീകരിക്കണം എന്നുള്ള കാര്യവും സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നാളെ കൃത്യം 8:15 പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും അതുപോലെ നേർച്ച വിളമ്പും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും അതിൽ വന്ന് സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടുകൂടി പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പൂസവ പ്രാപിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ് എന്നുള്ള കാര്യവും ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, പുറത്തൂടെ ആരും ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് പ്രവേശിക്കരുത്. പള്ളിക്കകത്തൂടെ തന്നെ അകത്തേക്ക് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. അവിടെയുള്ള വാതിൽ
ഇപ്പോൾ തുറക്കുന്നതല്ല. പള്ളിക്കകത്തൂടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുവാനായിട്ട് മുന്നോട്ട് പോകണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു.